വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യപ്പെടുന്നു എന്നത് തന്നെ ആ വ്യക്തിത്വം വളരെ കൃത്യമായി ഈ ലോകത്തിന് മേൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നതിന്റെ അടയാളം കൂടിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ മഹത്തരമായ ആശയങ്ങൾ ഇന്നും ലോകത്ത് ടെക്നോളജിയുടെ വികാസങ്ങൾക്ക് നടുവിലും പ്രവാചകചര്യയുടെ വലിപ്പത്തെയും അവിടുത്തെ ആശയത്തിന്റെ പ്രഘോഷണത്തെയും നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് കടന്നു പോകുന്ന പഠിതാക്കളും പണ്ഡിതന്മാരും ഒഴുകയും ആ തിരുജീവിതത്തെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു കാലം. ലൈറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. 15 സെഞ്ചുറീസ് കഴിയുമ്പോൾ, 15 നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അതിനുപുറത്ത് നിന്ന് വായിക്കുമ്പോഴും തെളിച്ചം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, വെളിച്ചം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, നിഴല് പോലും ചാഞ്ഞു വീണിട്ടില്ലാത്ത അത്രയും വലിയ മഹത്വത്തിന്റെ The glorious lighthouse of the world എന്ന് ബെർണാഡ് ഷാ അടയാളപ്പെടുത്തിയതുപോലെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശം ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തെ നാം വായിച്ചു നോക്കുമ്പോൾ പ്രവാചക ജീവിതത്തെ പോലെ ലോകത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിയെയോ ഒരു വ്യക്തിത്വത്തെയോ കാണാൻ സാധിക്കാത്ത വിധത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിമങ്ങാത്ത ജീവിതം ഇന്നും ലോകത്തിന് മുന്നിൽ മാതൃകയായി നിൽക്കുന്നു. لقد كان لكم في رسول الله أسوة حسنة. The exalted role model for you, that's Prophet Muhammad sallallahu alayhi wa sallam. ലോകം കണ്ട അത്യുന്നതമായ മാതൃകയുടെ മണിമകുടമായി മുഹമ്മദ് റസൂലിനെ അവതരിപ്പിക്കുമ്പോൾ കേവലം ഒരു മാതൃകയായി അവതരിപ്പിക്കുകയല്ല, പുതിയ കാലത്തിനും പുതിയ നൂറ്റാണ്ടിനും ആവശ്യമായ എല്ലാ മാതൃകകളും തിരുനബിയുടെ ജീവിതത്തിൽ വളരെയധികം കൃത്യമായി ഉണ്ട് എന്നതാണ് ആ മാതൃകയുടെ ഏറ്റവും വലിയ വലിപ്പം. നമുക്കറിയാം, ചരിത്രത്തിൽ അതുല്യമായ വ്യക്തിത്വങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെയും പ്രവാചക ജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പഠിച്ചറിഞ്ഞ വ്യക്തിത്വങ്ങളൊക്കെയും തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചത് തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശന്റെ യോജിച്ച സൂര്യൻ എന്നാണ്. ഇവിടെയുള്ള തമസ്സകറ്റി കളയുവാൻ വേണ്ടി നന്മയുടെയും നീതിയുടെയും നിഷ്ഠതുല്യമായ മനോഹരമായ ജീവിതത്തിന്റെ പ്രകാശനങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത്. നമുക്ക് വായിക്കാം നീതിയുടെ നിസ്തുല്യമായ മാതൃകകളെ പ്രവാചക ജീവിതത്തിൽ നിന്നും. ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും വിചാരിക്കാറുണ്ട്, എങ്കിലും പ്രവാചകർ വിമർശനങ്ങളുടെ നടുവിലാണല്ലോ ജീവിക്കുന്നത്, നിരന്തരമായി അവിടുത്തെ വിമർശിക്കപ്പെടുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ആധുനിക ലോകം കൈയാളുന്ന ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം, സാമ്രാജ്യത്വ ദൂതന്മാരിവിടുത്തെ പാവങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർപക്ഷത്ത് നിൽക്കാനുള്ള മതത്തിന്റെ മനോഹരമായ ആശയം, ഇവിടെയുള്ള പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുന്ന ആശയം പരിശുദ്ധ ഇസ്ലാമിന്റെയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആണ് എന്നതുകൊണ്ടാണ് ഇന്നും ലോകത്തെ ക്യാപിറ്റലിസം എതിരായി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നത്തെ മാത്രം ചരിത്രമല്ല. ഇന്നലകൾ നമ്മൾ വായിച്ചു നോക്കൂ. ബക്കിംഗ്ഹാമിന്റെ കൊട്ടാരത്തിനകത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന മുഹമ്മദ് അലി ജൗഹർ കടന്നിറങ്ങുന്ന രംഗം, റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ സംസാരിക്കുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാം. അവിടുന്ന് പ്രഭാഷണം ആരംഭിച്ചത് തന്നെ the beloved Prophet Muhammad sallallahu alaihi wasallam said that എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകരുടെ നാമത്തിൽ പ്രഭാഷണം ആരംഭിച്ചപ്പോ ലോകത്തെ ഒരുപാട് മനുഷ്യരെ കൊന്നു തള്ളിക്കൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു തന്ന് അവരെ പാരതന്ത്രത്തിലേക്ക് കൈപിടിച്ചാഴ്ത്തി കഴിഞ്ഞ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ജോർജ് ജാമൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ പേരിവിടെ പറയാൻ പാടില്ല. കാരണം സാമ്രാജ്യത്വത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും എന്നും ഭീതിയുടെ പേരായിരുന്നു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നീതിയുടെയും നിഷ്ഠയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും അരുണകിരണങ്ങളെ സമർപ്പിച്ച ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിലേക്ക് തന്നെ കടന്നുപോകാം. ലോകത്തെ ഏറ്റവും വലിയ നീതിമാനം അടയാളപ്പെടുത്തുന്ന ഇന്നും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിലേക്കൊന്ന് കടന്നു നോക്കൂ. ആരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്? മക്കയുടെ തെരുവോരങ്ങൾ പേടിയോടെ മാത്രം കേട്ടിരുന്ന ഒരു നാമത്തെ ലോകത്തിന്റെ നീതിയുടെ നിസ്തുല്യമായ മാതൃകയാക്കി മാറ്റിമറിക്കാൻ കഴിഞ്ഞ സോഷ്യൽ റിഫോമറുടെ പേരാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ യൂറോപ്പിലെ സൈപ്രസ് മുതൽ തുടങ്ങി അങ്ങനെ
പറയുന്ന ആഫ്രിക്കൻ വൻകരയിലെ മൊറോക്കോ വരെ വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതേ ഉമർ ഇബ്നുൽ ഖത്താബിനെയാണ് പാവങ്ങളുടെ കൂരയിലേക്ക് പട്ടിണി എത്തുവാൻ വേണ്ടി കയ്യിലേന്തിയ ചാക്കുമായി നടന്നു പോകുന്നത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി കീശയിലേക്ക് ഒന്നെടുക്കാതെ രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്ര നിർമ്മാണത്തിന്റെയും മനോഹരമായ ജീവിത സ്പന്ദനങ്ങളെ വളരെ വ്യക്തമായി വരച്ചിട്ടുന്ന അൽ-ആദിലുൽ അവ്വാബ് നീതിയുടെ നിസ്തുല്യമായ മാതൃകയായി ഉമർ ഇബ്നുൽ ഖത്താബിനെ മാറ്റിമറിച്ചത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്ത്യ എന്ന രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും മഹത്തരമായ ആശയം സെക്യുലറിസം എന്നുള്ളതാണ്, മതേതരത്വം എന്നുള്ളതാണ്. വിവിധങ്ങളായ മതങ്ങളും ആശയങ്ങളും ജാതികളും വർണ്ണങ്ങളും ജാതികളും നാനാത്വങ്ങളുള്ള ഈ രാജ്യത്ത് ഏകത്വത്തിലൂടെ ജീവിക്കുക അഥവാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി മനോഹരമായ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ ഡോക്ടർ ഭീമറാവു അംബേദ്കറിനും ഡോക്ടർ ചാച്ചാജിക്കും തുടങ്ങി നമ്മുടെ നാട്ടിൽ കടന്നുപോയ പൂർവ്വഗാമികളായ രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായി സെക്യുലറിസത്തിന്റെ മാതൃക വഹിക്കാൻ ഉണ്ടായിരുന്നു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ലാമാർക്കിനെ പോലെയുള്ളവരെ നമ്മൾ വായിക്കേണ്ടത്. തിരുനബിയെ വായിക്കുമ്പോൾ ഒരു ഫിലോസഫർ എന്ന നിലയിൽ, ലോ മേക്കർ എന്ന നിലയിൽ, ടീച്ചർ എന്ന നിലയിൽ, പാരന്റ് എന്ന നിലയിൽ, ഹസ്ബൻഡ് എന്ന നിലയിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കർ എന്ന നിലയിൽ, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ മേഖലകൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ അവിടെ മുഴുവനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരുനാമത്തെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം അവസാനമായി കുറിച്ചു വെച്ചത്, if the all changes and if the all scales of humanity that measures the greatness of that human, I am asking that, is there any other person that's greater than Prophet Muhammad sallallahu alaihi wasallam? ആ നബിയുടെ എല്ലാ മൂല്യങ്ങളെയും മുന്നിലേക്ക് വെച്ചുകൊണ്ട് ചോദിക്കുന്നു, പ്രവാചകൻ മുഹമ്മദ് നബിയേക്കാൾ ഏറ്റവും മഹത്തരമായ ജീവിതത്തെ കാണിക്കാൻ സാധിക്കുമോ എന്ന് ഫ്രഞ്ച് കവി കൂടിയായ ലാമാർക്കിന്റെ രചനകൾ കടന്നു വരാനുള്ള കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജീവിതങ്ങളെയും കൃത്യമായി പരിഗണിച്ചു എന്നുള്ളത് കൊണ്ടാണ്. മദീനയിൽ നിന്ന് നമ്മൾ നോക്കണം, എത്രയോ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷങ്ങൾ. അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു, അവിശ്വാസികളായ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് അഭയാർത്ഥികളായി പലായനം ചെയ്തു വന്ന മുഹാജിറുകളുണ്ടായിരുന്നു. മദീനയിൽ സ്ഥിരതാമസക്കാരായ അൻസാറുകളായ മദീനക്കാരുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം ഇടയിൽ കൃത്യമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണം അഥവാ മദീന ചാർട്ടർ മനോഹരമായി ഒരുക്കി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം നിന്നും നീതിയുടെ കൃത്യമായ മാതൃകയായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ടെക്നോളജിയുടെ വികാസങ്ങൾക്ക് നടുവിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അറിയാത്തവരാണ് വിമർശിക്കുന്നത്. ആ ജീവിതത്തെ തിരിച്ചറിഞ്ഞവർ ഗാന്ധിയെ പോലെ, നെഹ്റുവിനെ പോലെ, നമ്മൾ കാണുന്ന ഗുരുവിനെ പോലെ, ശ്രീനാരായണ ഗുരുവിനെ പോലെ, വള്ളത്തോളിനെ പോലെ, കുമാരനാശാനെ പോലെ, നമ്മൾ വായിക്കുന്ന ലോക പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ ബർണാഡ്ഷയെ പോലെ, ലാമാർക്കിനെ പോലെ, അങ്ങനെ തുടങ്ങിയ വ്യക്തിത്വങ്ങളൊക്കെയും പ്രവാചകരെ അന്വേഷിച്ചപ്പോൾ പ്രവാചകരെ കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ ഏറ്റവും മഹത്തരമായ, ഏറ്റവും സ്നേഹസങ്കീർത്തനമായ രൂപമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞു തന്നത്. പുതിയ കാലത്ത് അറിവുകേടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമർശനങ്ങൾ വർദ്ധിക്കുന്നു. ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ പഠിക്കുവാനും കൂടുതൽ അറിയുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും ഈ നേരങ്ങളും ഈ സംസാരങ്ങളും ഉപകരിക്കട്ടെ എന്ന് ഹാർദമായി ആശംസിക്കുകയാണ്. 1500ാമത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന വേളയിൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഴങ്ങളുള്ള ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളെ നമ്മുടെ മുന്നിലേക്ക് സമർപ്പിച്ച നേതാവാണ്. ഇന്നും ലോക സമക്ഷത്തിൽ മനുഷ്യരെ മാറ്റി നിർത്തപ്പെടുന്ന സമയത്ത് ഏറ്റവും സ്നേഹത്തോടെ ചേർത്തു പിടിച്ചതിന്റെ ചരിത്രങ്ങളെ നമ്മൾ വായിക്കുന്നത് ബിലാലിന്റെ കഥയിൽ നിന്നാണ്, യാസറിന്റെയും അമ്മാറിന്റെയും കഥയിൽ നിന്നാണ്. മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതങ്ങൾ അടിമക്കമ്പോളങ്ങളിൽ തീർന്നു പോകുമായിരുന്ന മനുഷ്യരെ മുഴുവനും സമുദ്ധരിച്ചു കൊണ്ടുവന്ന സ്നേഹം പറഞ്ഞ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തിന് മാതൃകയായി എന്നും നിലകൊള്ളുന്നു. ആ ജീവിതത്തെ കുറിച്ച് കൂടുതൽ അറിയുക, കൂടുതൽ പഠിക്കുക. അനുവാചകരെ ജീവിതത്തെ പഠിച്ചറിഞ്ഞവർ പറഞ്ഞത് കരുണാവാൻ വിമുക്തിരത്നമോ എന്നാണ്. ആ കാരുണ്യത്തിന്റെ ആവശ്യങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക, ജീവിതത്തിലേക്ക് പകർത്തുക.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.